സമയം മോശമാകുന്ന സമയത്ത് ഇതൊന്നും കൂടി മൂർധന്യാവസ്ഥയിലേക്ക് പോകും. പ്രത്യേകിച്ച് യോഗം ചേരുന്ന ഗ്രഹങ്ങൾ, യോഗം എന്ന് പറഞ്ഞാൽ 2 ഗ്രഹങ്ങൾ കൂടി നിൽക്കുന്നതിനാണ് യോഗം എന്ന് പറയാം. ഈ ദോഷമായിട്ട് നിൽക്കുന്ന ചില യോഗങ്ങളുണ്ടല്ലോ, ആ യോഗത്തിലിരിക്കുന്ന ഗ്രഹങ്ങളുടെ ദശാസന്ധി, അതായത് അവരുടെ മോശ സമയങ്ങളിൽ ഈ സാധനം വർദ്ധിക്കും, മൂർച്ഛിക്കും. കൃത്യമായിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും നമുക്ക് അനലൈസ് ചെയ്തെടുക്കാം. വരാനിരിക്കുന്ന കാര്യങ്ങൾ, വരാനിരിക്കുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്, ജനറ്റിക്കലി പൂർവികമായിട്ട് പാരമ്പര്യമായിട്ട് ഉണ്ടായിട്ടുള്ള അസുഖങ്ങൾ എന്തൊക്കെയുണ്ട്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്യാൻ പറ്റും. ഒരാൾക്ക് വിവാഹം നടക്കുന്നില്ല, ഉടനെ സ്വയംവര പാർവതി ഹോമം ചെയ്യുക, അല്ലെങ്കിൽ സ്വയംവര പുഷ്പാഞ്ജലി ചെയ്യുക, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി ഉമാമഹേശ്വര പൂജ ചെയ്യുക. ഇതൊക്കെ ചെയ്തിട്ടും കല്യാണം നടക്കുന്നില്ല. കാരണം കല്യാണം നടക്കുക ഈസ് ഈക്വൽ ടു സ്വയംവര പാർവതി ഉമാമഹേശ്വര പൂജ, ഇതൊന്നുമല്ല. എന്താണ് ഇത് നടക്കാത്തതിന് തടസ്സമായി നിൽക്കുന്നത്? അപ്പം ആ തടസ്സത്തെ നീക്കി കഴിഞ്ഞിട്ടേ ഈ പൂജകൾ കൊണ്ട് ഫലം ഉണ്ടാവുള്ളൂ. സർ, പൊതുവെ ആളുകൾ ഇതുപോലെ ജ്യോതിഷമൊക്കെ നോക്കിയിട്ട് പല രീതിയിലുള്ള കർമ്മങ്ങളും അതിന് പ്രശ്ന പരിഹാരങ്ങളും ഒക്കെ ചെയ്തിട്ടും ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല, ജീവിതം ഒന്നും സെറ്റ് ആവുന്നില്ല എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ്? അതായത് നമ്മളിപ്പം അതിനകത്ത് ഈ ജ്യോതിഷത്തിൽ നമ്മൾ ഈ പ്രശ്നത്തെ അനലൈസ് ചെയ്യുന്നതിൽ ചില ആക്യുറസിയുടെ പ്രശ്നങ്ങളുണ്ട്. കൃത്യമായി നമ്മൾ രോഗം എന്താണെന്ന് നിർണ്ണയിച്ചാലല്ലേ നമുക്ക് മരുന്ന് കൊടുത്തത് മാറ്റാൻ പറ്റുള്ളൂ. അപ്പം അതുപോലെ തന്നെ ഇപ്പം നമ്മളിപ്പോൾ ഒരാളുടെ പ്രശ്നം, ഒരു ജാതകം നമുക്ക് നോക്കാം. ഇപ്പം എൻ്റെ അതേ നക്ഷത്രത്തിൽ അതേ സമയത്ത് ജനിച്ച ആളുകൾക്കൊന്നും എൻ്റെ അതേതായിട്ടുള്ളൊരു ഫലം കാണാത്തൊരവസ്ഥ കാണാറുണ്ടല്ലോ. അപ്പം എൻ്റെ അതേ ഫലം ആയിരിക്കില്ല അവർക്ക് ഉണ്ടാവുക. ഇപ്പം വളരെ മഹത്തരായ ഇപ്പം മോഹൻലാലൊക്കെ ഉണ്ട്, അദ്ദേഹമൊക്കെ ജനിച്ച അത്തേ മില്ലി സെക്കൻഡിൽ ജനിച്ച ആൾക്കാരുണ്ട്. അവരൊന്നും എന്തുകൊണ്ട് അദ്ദേഹം ആവുന്നില്ല? ജാതകത്തിൻ്റെ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ജന്മത്തിൻ്റെ സമയം കൃത്യമാണെന്നുണ്ടെങ്കിൽ അതിലുള്ളത് അതുപോലെ നടക്കുന്നല്ലേ പറയാം. അപ്പം ഇതേ സമയത്ത് ജനിച്ച ആൾക്കാർക്ക് എന്തുകൊണ്ട് ഒരേപോലത്തെ അനുഭവങ്ങൾ വരുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ എടുക്കുന്നതിൻ്റെ ഈ അനലൈസ് ചെയ്യുന്നതിൽ ചില ഒന്നാമത് ഇപ്പം നമ്മുടെ ജ്യോതിഷശാസ്ത്രത്തിനകത്ത് നമുക്ക് കുറേ പ്രാചീനമായിട്ടുള്ള കുറേ ഗ്രന്ഥങ്ങൾ ഇപ്പം ആരും യൂസ് ചെയ്യാത്തതായിട്ട് നമുക്ക് കാണാം. അതായത് ഇപ്പം വരാഹമിഹിരൻ്റെ ഹോരയാണ് ഇപ്പം നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിന് മുമ്പ് പരാശര ഹോരയുണ്ട്, ശംഭുമുനിയുടെ ഒരു ഹോരയുണ്ട്, ശംഭുഹോര എന്ന് പറയും. പിന്നെ ജാതക പാരിജാതം എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രന്ഥങ്ങളുണ്ട്, ഗൗരി ജാതകമുണ്ട്. ഇങ്ങനെ കുറേ പ്രാചീനമായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ കുറച്ചുകൂടി സയൻറ്റിഫിക് ആയിട്ട് ഈ കാര്യത്തെ നമുക്ക് അപ്രോച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മളൊരു കുട്ടി ജനിച്ച സമയം എങ്ങനെയാണ് കണക്കാക്കുക? പൊതുവേ ഭൂമിയിലേക്ക് ജനിക്കുന്ന സമയമല്ലേ? അത് പല അഭിപ്രായങ്ങളാണ്. അതായത് ചില ആൾക്കാർ പറയും ഭൂമിയിലേക്ക് വരുന്നതാണ്, കുട്ടി ആദ്യം കരയുന്നതാണ്, പൊക്കിൾ കൊടി മുറിക്കുന്നതാണ്, ഇങ്ങനെ തുടങ്ങിയിട്ട് പല അഭിപ്രായങ്ങളുണ്ട്. അവിടെ തന്നെ ഭേദം, പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം വന്നു. സത്യത്തിൽ ജന്മം നടക്കുന്നത് കുട്ടി പുറത്തേക്ക് വരുമ്പോഴല്ലല്ലോ. ഇത് രണ്ടും തമ്മിൽ ഫ്യൂസ് ആവുന്ന ഗർഭപാത്രത്തിൽ വെച്ചാണ് എന്ന് പറയാം. ഇനി അവിടെ വെച്ചാണോ ജന്മം നടക്കുന്നതെന്ന് ചോദിച്ചാൽ അതുമല്ല. ഈ വരുന്ന അണ്ടത്തിലും ബീജത്തിലും ഏതെങ്കിലും ഒന്നിന് ജീവൻ ഇല്ലെങ്കിൽ ജന്മം നടക്കില്ല. ഇപ്പം ജീവൻ വന്നിട്ട് കുറേയായി അല്ലേ? ഇപ്പം ഇത് ജനറ്റിക്കലി കണക്റ്റഡ് ആണല്ലോ ഈ ജീവൻ എന്ന് പറയുന്ന സംഭവം. അപ്പം ഇതിനെ നമ്മൾ സ്ഫുടം ചെയ്തെടുത്ത് എവിടെ വെച്ചാണ് ഇത് കറക്റ്റായിട്ട് ജീവനായി മാറുന്നതെന്ന് കണ്ടുപിടിക്കാൻ ചില കാൽക്കുലേഷൻസ് ഉണ്ട്. ഇത് പ്രാചീന ഗ്രന്ഥങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പം അത്തരത്തിൽ നമ്മൾ ഒരാളെ അനലൈസ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അയാളുടെ പ്രശ്നങ്ങളെ കണ്ടെത്താൻ പറ്റും. അപ്പം നമ്മൾ ഈ ഒരു വ്യക്തിയുടെ ജീവൻ എങ്ങനെ വരുന്നു എന്നുള്ളത് അനലൈസ് ചെയ്തെടുക്കാൻ വേണ്ടി പലതരത്തിലുള്ള സ്ഫുടക്രിയകളൊക്കെ ഉണ്ട്. ഇത്തരം രീതിയിൽ നമ്മൾ വിശദമായ ഒരാളുടെ ജ്യോതിഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം ഒരാളെ പരിശോധിക്കാൻ സമയം ഉണ്ടാവുള്ളൂ. കാരണം അത്രയും സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. മാക്സിമം പോയാൽ 2 ആൾ. അത്രയും സമയമെടുത്ത ആ വ്യക്തിയുടെ ജ്യോതിഷം അല്ലെ ജാതകം നോക്കിക്കഴിഞ്ഞാൽ അത് ഏറ്റവും കൃത്യമായിട്ട് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും നമുക്ക് അനലൈസ് ചെയ്തെടുക്കാം. വരാനിരിക്കുന്ന കാര്യങ്ങൾ, വരാനിരിക്കുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്, ജനറ്റിക്കലി പൂർവികമായിട്ട് പാരമ്പര്യമായിട്ട് ഉണ്ടായിട്ടുള്ള അസുഖങ്ങൾ എന്തൊക്കെയുണ്ട്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള രീതിയിൽ അത് പഠിച്ച് അതിനെ പ്രാക്ടീസ് ചെയ്യണം. നമ്മളിപ്പം ഉള്ളതുപോലെ ഇപ്പോഴത്തെ ആൾക്കാരുടെ തിരക്ക് കൊണ്ടും പിന്നെ എന്താ പറയുക, സമയമില്ലായ്മ, ഇങ്ങനത്തെ കാര്യങ്ങളെ കൊണ്ട് നമുക്ക് ഒരു ദിവസം 100 ആളെയൊക്കെ കൺസൾട്ട് ചെയ്യുന്ന രീതികളാണ്. പക്ഷേ നമുക്ക് ഒരാളെ വളരെ ഡെപ്തിൽ നോക്കണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമുക്ക് മാക്സിമം പോയാൽ 2 ആളെ നോക്കാൻ പറ്റുള്ളൂ. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ പിന്നെ കൃത്യമായിട്ട് അതിന് സ്ഫുടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വളരെ സൂക്ഷ്മത്തിൽ പോയി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് പ്രശ്നത്തെ എന്താ പറയുക, അവലോകനം ചെയ്തെടുക്കുന്ന രീതി കൃത്യമാകുകയാണെങ്കിൽ നമുക്ക് അവരുടെ പ്രശ്നങ്ങളും കൃത്യമായി പരിഹരിക്കാൻ പറ്റും. കാരണം ഈ അക്യുറസി ഇല്ലാത്ത രീതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതും കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. പിന്നെ പലപ്പോഴും പലരും പറയാറുണ്ട്, നമ്മൾ പ്രശ്നം വെച്ചിട്ട് നിങ്ങൾക്ക് വ്യാഴം പിഴച്ചിരിക്കുകയാണ്, ഈശ്വരാധീനം ഇല്ല എന്ന് പറയും. ഇതിനൊക്കെ കൃത്യമായിട്ടൊരു ഉത്തരമുണ്ടോ എന്ന് വെച്ചാൽ ഉത്തരമുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ ഇതിന് പൂർവികമായ ഗ്രന്ഥങ്ങളിൽ പറയുന്നതായുള്ള രീതിയിലുള്ള സ്ഫുടക്രിയകളും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് നമുക്കൊരാളുടെ പ്രശ്നത്തെ
അനലൈസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കൃത്യമായി നമുക്കതിന് പരിഹാരം ചെയ്യാൻ പറ്റും. ഇപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇപ്പൊ തീരാത്ത സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഇപ്പൊ എല്ലാവരുടെയും ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജ്യോതിഷനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അങ്ങയുടെ അടുത്ത് ഒരാൾ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ആദ്യം കൊടുക്കാൻ പറ്റിയ ഒരു പരിഹാരമാണ്? ആദ്യം എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ ദുരിതം അനുഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ഏറ്റവും ആദ്യത്തെ പണി. ഇപ്പം നമ്മൾ പൊതുവേ നമുക്ക് മനുഷ്യർക്കുള്ളൊരു പ്രശ്നമുണ്ട്, നമ്മളിപ്പം അനുഭവിക്കുന്ന പ്രശ്നത്തിൽ കൂടുതൽ ഇൻവോൾവ് ആയിരിക്കും. ഇപ്പം പലരും ഇപ്പം നമ്മളെ ഈ പ്രശ്നം വെക്കാനൊക്കെ വേണ്ടി സമീപിക്കുക അല്ലെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് അപ്പോൾ ഉള്ള പ്രശ്നത്തിൽ അവർ ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കും. അതായത് ഇപ്പം ഞങ്ങളെ ബിസിനസ് പൊട്ടിപ്പോയി, ഇവരുടെ ബിസിനസ് ഇപ്പം അവർ പറയാം ഞങ്ങൾ ഇന്നൊരു കമ്പനി നടത്തി, ആ കമ്പനി പെട്ടെന്ന് കടം കയറി, ഞങ്ങളെ പാർട്ട്ണർ പറ്റിച്ചുകൊണ്ട് പോയി, ഇങ്ങനെയുള്ള സാധനം പറയാം. പക്ഷേ ഇവർക്ക് ഈ പറ്റിക്കപ്പെടുന്ന പ്രശ്നങ്ങളും സാമ്പത്തികമായിട്ടുള്ള തകർച്ചകളും തുടങ്ങിയിട്ട് കുറേ കാലമായിട്ടുണ്ടാവും. ആ പ്രശ്നങ്ങളെല്ലാം ഇവർ മറന്നിട്ട് അറ്റ് പ്രസൻ്റ് ഉള്ള പ്രശ്നത്തിലാണ് കൂടുതൽ ടെൻസ്ഡ് ആയിട്ട് ഇരിക്കുക. അത് നമ്മുടെ മനുഷ്യന്മാരുടെയൊക്കെ ഒരു രീതിയാണ്. നമ്മൾ മുമ്പ് നടന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഇപ്പം നമ്മൾ ആരും ടെൻസ്ഡ് അല്ല. നമുക്ക് ഇപ്പം എന്താണോ ഉള്ളത് അതിലായിരിക്കും നമ്മൾ കൂടുതൽ വെറി ആയിട്ടുണ്ടാവുക, അല്ലേ, വ്യാകുലരായിട്ടിരിക്കുക. അയ്യോ എന്താണ് ഇപ്പം ഇങ്ങനെ ഒരു പ്രശ്നം, ഇതെങ്ങനെയെങ്കിലും ശരിയായാൽ മതി. അപ്പം മിക്ക പരിഹാരങ്ങളും പോകുന്നത് ഈ ഒരു രീതിയിലാണ്. ഈ ബിസിനസ് നന്നാവാൻ എനിക്കിത് വേണം, പക്ഷെ ഇതിൻ്റെ റൂട്ട് കോസ് വേറെ കിടക്കുന്നുണ്ടാവും. ഇവർക്ക് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് കുറേ കാലം, ഇപ്പം വിദ്യാഭ്യാസ കാലത്തിൽ പഠിപ്പ് മുടങ്ങിയ ഒരാളായിരിക്കും, അപ്പം അയാൾ അതിനെക്കുറിച്ച് വെറിയിടല്ല. പക്ഷെ ആ ഒരു സമയത്ത് അത് അയാൾക്ക് ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു പഠിക്കുന്ന കാലഘട്ടത്തിൽ. ഇപ്പം ചില ആൾക്കാർക്ക് റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ, ഇപ്പോൾ പ്രേമബന്ധം തകരുക, അങ്ങനത്തെ വിഷയങ്ങൾ, അവരത് 2ഉം 3ഉം 4ഉം ഒക്കെ തകർന്നിട്ടായിരിക്കും ഒരു വിവാഹം കഴിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ വിവാഹം കഴിച്ചത് അതിലും പ്രശ്നമാകുമ്പോൾ ഇവർ സംസാരിക്കുക ഇതിനെക്കുറിച്ച് മാത്രമായിരിക്കും. ഇപ്പം ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഞങ്ങൾ ഭയങ്കരമായിട്ട് പ്രശ്നമായിരിക്കുക. ഇപ്പം നടക്കുന്നതിന് മുമ്പേ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതെന്തുകൊണ്ട് വന്നു എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അപ്പം ഇതിനാണ് നമ്മളിതിൻ്റെ മൂല കാരണം അല്ലെങ്കിൽ റൂട്ട് കോസ് എന്നൊക്കെ പറയും. അതിന് ആ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തി നമ്മൾ കൃത്യമായി പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ അതിന് പൂർണ്ണമായിട്ട് ഫലം ഉണ്ടാവും. അതുപോലെ കുടുംബ പ്രശ്നങ്ങൾ, അതായത് റിലേഷൻഷിപ്പുകളിലുള്ള പ്രശ്നങ്ങൾ, അപ്പനും മക്കളും തമ്മിൽ പ്രശ്നങ്ങൾ. അപ്പൊ ഇതിങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയും ഇപ്പോൾ ഒത്തിരി ഉണ്ട്. ഇതും നമുക്ക് ഇതുപോലെ തന്നെ പരിഹരിക്കാൻ പറ്റും. ഈ അപ്പനും മക്കളും ഇപ്പം പറഞ്ഞില്ല, അച്ഛനും മകളും തമ്മിൽ പ്രശ്നം, ഇതെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ഈ അച്ഛൻ്റെ അച്ഛനുമായിട്ട് ഈ അച്ഛന് പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ ഈ അച്ഛൻ്റെ അമ്മയുമായിട്ട് ഈ അച്ഛന് പ്രശ്നം ഉണ്ടാവും. അത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. മിക്ക തറവാട്ടുകളും അവർ ഇതേ സാധനം സഹിച്ച് വന്നിട്ടാണ് ഇതേ ട്രോമ മക്കൾക്ക് കൊണ്ട് കൊടുക്കും, മക്കൾക്കും ഇതേ പ്രശ്നങ്ങൾ. അപ്പം അതാ ഞാൻ പറഞ്ഞു, ഈ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് കുറേ കാലമായിട്ടുണ്ടാവും. അപ്പം അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മൾ അവിടെ ട്രീറ്റ് ചെയ്യണം, അവിടെയാണ് പരിഹാരം ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് ഈ പ്രശ്നത്തെ വേരോടെ പിഴുത് കളയാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ ഇലയൊക്കെ വെട്ടി നിർത്തിയാൽ വീണ്ടും ഒരു മഴയൊക്കെ വരുമ്പോൾ ഇത് കിളിർത്ത് വരും. അതെ. അതുപോലെ ഇപ്പം ദാമ്പത്യ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഒരാൾക്ക് ഒരാളോട് ഇഷ്ടമില്ല, പെട്ടെന്ന് ഒരു ദിവസം ഇഷ്ടമില്ലാതെ വരിക, പിന്നെ അല്ലെങ്കിൽ വേറൊരു ബന്ധത്തിലേക്ക് പോവുക, ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിൽ ഇപ്പം ഒട്ടുമിക്ക കുടുംബങ്ങളിലും ഉള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഈ ഒരു ജ്യോതിഷവശാൽ ഒരു ജ്യോതിഷിയുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെ പരിഹാരങ്ങളാണ് ഇപ്പൊ മൂലകാരണം കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ മൂലകാരണം കണ്ടുപിടിച്ച് നമുക്കൊരു പരിഹാരം എന്ന് പറയുന്നത് അതെന്താണ്? അതായത് ഇപ്പൊ ഇതേ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ഞാൻ ഒന്നും കൂടി പറയാം. അതായത് ഇപ്പം നമ്മൾ ഇപ്പം ഭാര്യയും ഭർത്താവും പിരിഞ്ഞു നിൽക്കുക, അപ്പോൾ ഉടനെ ആൾക്കാർ വശ്യപ്രയോഗം ചെയ്യും. ഒരാൾക്ക് വിവാഹം നടക്കുന്നില്ല, ഉടനെ സ്വയംവര പാർവതി ഹോമം ചെയ്യുക, അല്ലെങ്കിൽ സ്വയംവര പുഷ്പാഞ്ജലി ചെയ്യുക, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി ഉമാമഹേശ്വര പൂജ ചെയ്യുക. ഇതൊക്കെ ചെയ്തിട്ടും കല്യാണം നടക്കുന്നില്ല. കാരണം കല്യാണം നടക്കുക ഈസ് ഈക്വൽ ടു സ്വയംവര പാർവതി ഉമാമഹേശ്വര പൂജ, ഇതൊന്നും അല്ല. എന്താണ് ഇത് നടക്കാത്തതിന് തടസ്സമായി നിൽക്കുന്നത്? അപ്പൊ ആ തടസ്സത്തെ നീക്കി കഴിഞ്ഞിട്ടേ ഈ പൂജകൾ കൊണ്ട് ഫലം ഉണ്ടാവുള്ളൂ. ഇതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഭാര്യ ഭർത്താവ് തമ്മിൽ കലഹത്തിൽ പോകുമ്പം ഇപ്പം 2 പ്രശ്നമുള്ള ഒരു ഭാര്യയും ഭർത്താവും വന്നു കഴിഞ്ഞാൽ അവർ ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ള വഴക്കിനെ കുറിച്ചായിരിക്കും സംസാരിക്കുക, അല്ലേ? പക്ഷേ ഇവരുടെ ഈ വഴക്ക് തുടങ്ങിയിട്ടുണ്ടാവുക ചിലപ്പം ചെറിയ എന്തെങ്കിലും ഒരു ഈഗോ ക്ലാഷോ എന്തെങ്കിലും കാര്യത്തിൽ നിന്ന് ഡെവലപ്പായാണ് ഇവിടെ എത്തുക, വലിയ പ്രശ്നത്തിലേക്ക് വരിക. അപ്പോൾ ഈ തുടക്കത്തിൽ നമ്മൾ ട്രീറ്റ് ചെയ്യാതെ ഈ ഒടുക്കത്ത് കൊണ്ടുപോയിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പം എന്തുകൊണ്ടാണ് ഇയാളുടെ വൈവാഹിക ജീവിതത്തിൽ ഈ പ്രശ്നം സംഭവിക്കുന്നത്? ചിലപ്പോൾ ജാതകത്തിൽ ചില യോഗങ്ങളാകാം. ഇപ്പോൾ ജാതകത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ആഡ് ഓൺ ചെയ്യാം. ഇപ്പോൾ പൊതുവേ നമ്മൾ നോക്കുക, ഇപ്പം എനിക്ക് നല്ല സമയമാണോ, അല്ലേ? അങ്ങനെയല്ലേ നോക്കുക. അതായത് ദശാസന്ധികൾ ഇപ്പം നല്ല ദശയാണോ എന്നുള്ളത്, ഇത് മാത്രം നോക്കിയതുകൊണ്ട് നമുക്ക് ഒരാളുടെ പ്രശ്നം പരിഹരിക്കുന്നത് ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഒരാളുടെ ജീവിതം സുഖം ദുഃഖ സമ്മിശ്രമാണല്ലോ, അല്ലേ? സുഖവും ദുഃഖവും കൂടി. ഇപ്പോൾ എനിക്കും നാളെ എന്താ പറയുക, ചിലപ്പോൾ അസുഖം വരും, പനി വരും, ചുമ വരും, വിഷമം വരും, സങ്കടം വരും. ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. അതേപോലെയാണ് ഈ ദശാസന്ധികൾ. ഇപ്പം നല്ലൊരു ദശയാണെങ്കിൽ നാളെ മോശം ദശയായിരിക്കും, അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിയുമ്പോൾ വീണ്ടും നല്ല ദശ വരും.
അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി നടന്നു പോകുന്ന സുഖവും ദുഃഖവും എല്ലാം സമ്മിശ്രമായിട്ടാണ് നമുക്ക് വരാറ്. പക്ഷേ ഒരേ പ്രശ്നങ്ങൾ തന്നെ തീരാതെ നടക്കുക എന്ന് പറയുമല്ലോ, ഇതിനെ നമുക്ക് അനലൈസ് ചെയ്യണമെങ്കിൽ ജാതകത്തിലെ യോഗങ്ങൾ നോക്കണം. യോഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ കേമദ്രുമ യോഗം ഉള്ള ഒരാളാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഉത്തമാദി യോഗത്തിൽ അല്പ ഉത്തമാദി യോഗം, മധ്യമ ഉത്തമാദി യോഗം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില യോഗങ്ങളുണ്ട്. 3-4 ഉത്തമാദി യോഗം പല വിധത്തിലുണ്ട്. അല്പ ഉത്തമാദി യോഗം, മധ്യമ ഉത്തമാദി യോഗം, സമ ഉത്തമാദി യോഗം, ഉത്തമാദി യോഗം, ഇങ്ങനെ പലതുണ്ട്. ചിലത് നല്ലതാണ്, ചിലത് മോശമാണ്. ഈ മധ്യോത്തമാദി യോഗവും അല്പോത്തമാദി യോഗം ഉള്ളവർക്ക് വിദ്യാഭ്യാസ തടസ്സം ഉണ്ടാവും. അവർ പഠിക്കാൻ ശ്രമിക്കും തോറും ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കും. എന്തൊക്കെ ചെയ്താലും സാമ്പത്തികമായിട്ട് 5 പൈസ കയ്യിൽ നിൽക്കില്ല. നമ്മുടെ കയ്യിൽ എത്ര പൈസ വന്നാലും നമുക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. കേമദ്രുമ യോഗം ഉള്ളവർക്ക് റിലേഷൻഷിപ്പ് മൊത്തം പ്രശ്നമായിരിക്കും. അവർക്ക് പുനർവിവാഹ യോഗങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഈ യോഗം നിലനിൽക്കെ അവർ പുനർവിവാഹം കഴിച്ചാലും അതിലും ഇവർക്കൊരു ഐക്യത ഇല്ലാത്ത പോലെ വരും. വിവാഹ ബന്ധത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ അത് പുനർവിവാഹമാണല്ലോ എന്ന് കരുതി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് വഴിക്ക് 2 റിലേഷൻഷിപ്പ്, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകും. ഇങ്ങനെ പല പ്രശ്നങ്ങളിലേക്കും പോകും. അപ്പം ഈ യോഗങ്ങളെ കുറിച്ച് ആരും ബോധേഡല്ല. എല്ലാവർക്കും ഞങ്ങളുടെ ഇപ്പോഴത്തെ സമയം നല്ലതാണോ എന്ന് മാത്രമേ അറിയണ്ടൂ, അല്ലേ? ആ ഒരു ജോത്സ്യനെ കണ്ട ആദ്യം ചോദിക്കുക എങ്ങനെയാ, ഞങ്ങളുടെ ഇപ്പോഴത്തെ സമയം എങ്ങനെയുണ്ട് എന്നല്ലേ ചോദിക്കുള്ളൂ. അത് തന്നെ ഏറ്റവും വലിയ വിഡ്ഢിത്തര. നമുക്ക് എപ്പോഴും സുഖം മാത്രം ഉണ്ടാവില്ലല്ലോ. ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും സുഖം മാത്രമാണെങ്കിൽ സുഖം എന്താന്ന് പോലും നമ്മൾ അറിയില്ല. ഇടയ്ക്ക് ഒരു ദുഃഖം വന്നാലല്ലേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുപോലെ ഈ സുഖത്തിന് അതിനെക്കുറിച്ച് ഇപ്പോഴത്തെ സമയദോഷമല്ല നമ്മൾ നോക്കേണ്ടത്. ജാതകത്തിനെ അനലൈസ് ചെയ്യുന്നതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടി ഡെപ്തിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് പ്രശ്നം കണ്ടെത്താൻ പറ്റും. അങ്ങനെ കണ്ടെത്തിയിട്ട് നമുക്ക് പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ അതിന് പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും. ഇതുപോലെ ശനി, ഇപ്പോൾ കുറച്ച് 2 മാസം മുന്നെയാണ് ശനി മാറിയത്, ശനിയുടെ ഒരു ദോഷം മാറിയത്. അപ്പോൾ ഇതുപോലെ ശനി ദോഷമുള്ളവർ, അല്ലെങ്കിൽ ശുക്രന്റെ ദോഷമുള്ളവർ, വ്യാഴത്തിന് ദോഷമുള്ളവർ, ഇവർക്കൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇവരുടെ എന്തെങ്കിലും ഒരു മേഖലയിൽ തടസ്സം വരും. പക്ഷെ ഇതും യോഗവുമായിട്ട് കണക്റ്റഡാണ്. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം കേമദ്രുമ യോഗം തന്നെ എടുക്കാം നമുക്ക്. അവർക്ക് വൈവാഹിക ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാവും. അതുപോലെ തന്നെ മാനസിക ക്ലേശം കൂടിയിട്ട് ഈ മെൻ്റൽ ഡിപ്രഷൻ പോലത്തെ കാര്യങ്ങൾ, മാനസിക അസ്വാസ്ഥ്യം എന്ന് പറയും നമ്മൾ. അതായത് ഈ വിഷമം, ശോകാകുലത എന്നൊക്കെ പറയും. ശോകം കൂടി ടെൻഷൻ കൂടിയിട്ടുണ്ടാവുന്ന അസുഖങ്ങൾ, ഹൈപ്പർ ടെൻഷൻ പോലത്തെ പ്രശ്നം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് ഓൾറെഡി ഉണ്ടാവും. പക്ഷേ ഈ സമയം മോശമാകുന്ന സമയത്ത് ഇതൊന്നും കൂടി മൂർധന്യാവസ്ഥയിലേക്ക് പോകും. പ്രത്യേകിച്ച് യോഗം ചേരുന്ന ഗ്രഹങ്ങൾ, യോഗം എന്ന് പറഞ്ഞാൽ 2 ഗ്രഹങ്ങൾ കൂടി നിൽക്കുന്നതിനാണ് യോഗം എന്ന് പറയാം. ഈ ദോഷമായിട്ട് നിൽക്കുന്ന ചില യോഗങ്ങളുണ്ടല്ലോ, ആ യോഗത്തിൽ ഇരിക്കുന്ന ഗ്രഹങ്ങളുടെ ദശാസന്ധി, അതായത് അവരുടെ മോശ സമയങ്ങളിൽ ഈ സാധനം വർദ്ധിക്കും, മൂർച്ഛിക്കും. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ആ ഗ്രഹങ്ങൾ കുറച്ചുകൂടി പവർഫുൾ ആവുക. നമുക്ക് എന്താണോ പ്രശ്നം ഉണ്ടാക്കുന്ന, ഇപ്പം ഞാൻ പറയാം, നമുക്കിപ്പം ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെന്ന് വിചാരിക്കാം. ബാക്ടീരിയ ഭയങ്കര സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ കൂടില്ലേ? അപ്പോൾ അതേപോലെ തന്നെ ഈ ഗ്രഹങ്ങൾ കൂടുതൽ ശക്തിമാന്മാരാകുന്ന സമയത്ത് നമുക്ക് പ്രശ്നം കൂടും. അപ്പം നമുക്ക് താൽക്കാലിക അതിന് എന്തെങ്കിലും ശനിദോഷ പരിഹാരം കാര്യമൊക്കെ ചെയ്താൽ ഈ അസുഖം കുറയും. പക്ഷെ പൂർണ്ണമായിട്ട് ഇത് മാറില്ല. മാറണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ യോഗങ്ങളുടെ റൂട്ട് കോസ് ആയിട്ടുള്ള കാരണത്തെ മാറ്റുന്ന ചില ക്രിയകളുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂജകൾ, അതായത് യോഗഭംഗം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തന്ത്രശാസ്ത്രത്തിലൊരു വിധാനമുണ്ട്. അതായത് നമ്മുടെ എന്താ പറയുക, രാശിചക്രം, നമ്മുടെ രാശിചക്രം പോലെ തന്നെ നവഗ്രഹങ്ങളെയും ആവാഹിച്ചിരുത്തിയിട്ട് അതിനകത്തുനിന്ന് നമ്മുടെ ദുരിതം ആയിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ യോഗത്തെ കട്ട് ചെയ്ത് മാറ്റുന്നൊരു പ്രോസസ്സ് ഉണ്ട്. അതിനാണ് യോഗഭംഗം എന്ന് പറയാം. ആ ഒരു ക്രിയ ചെയ്ത് കഴിഞ്ഞാൽ ചീത്ത യോഗങ്ങളുടെ ഫലം കുറയുകയും നല്ല യോഗങ്ങൾ വർക്കാവുകയും ചെയ്യും. നന്ദി സർ. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.